എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അലീന വൈജയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അലീനയാകട്ടെ വൈജയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അമ്മ ഇനി പ്രശ്നത്തിലൊന്നും പോകരുത്, തലയ്ക്കൊരടിയേറ്റ പിന്നെ എഴുന്നേക്കാൻ പറ്റതായി പോയെന്നിരിക്കും, കുടുംബം പിന്നെ ബാക്കി ഉണ്ടാവത്തില്ലെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തിരികെ ചെന്നിട്ട് സമാധാനമായിട്ട് ജീവിക്കണം, മക്കൾ പറയുന്നത് പോലെ കേൾക്കണം. മാഡം എത്രയൊക്കെ തെറ്റിദ്ധരിച്ചാലും അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനായിരുന്നു, മക്കള് എൻ്റെ കൂടപ്പിറപ്പുകളും, മാഡം ആകട്ടെ എൻ്റെ അമ്മയും. അങ്ങനെ വൈജയോട് സംസാരിച്ച ശേഷം അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് വരുന്നത്. അലീന മുത്തശ്ശിയോടെ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് മരുന്നും കുഴമ്പും ഒക്കെ കൃത്യസമയത്ത് കിട്ടുന്നില്ലേ? നീ ചെയ്ത പോലെ ഇവിടെ ആര് ചെയ്യുമെന്നാണ് അലീനയോട് തിരിച്ചു ചോദിക്കുന്നത്. അതെന്താ മുത്തശ്ശിയോട് ഇവിടെ ആർക്കും സ്നേഹമില്ലേ? മറുപടിയും മുത്തശ്ശി, ഇവിടെ ഉള്ളവരെല്ലാം സ്നേഹിച്ച് മടുത്തവരല്ലേ? നീ വൈജയെ കണ്ടോ? അവൾ എന്ത് പറഞ്ഞെന്നാ ഇപ്പൊ മുത്തശ്ശി തിരക്കുന്നേ? മറുപടി അലീന, പോയി നന്നായി വരാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന മുത്തശ്ശി, ആരാ അവളോ? വേണേ തന്നെ പ്രാഗിയിട്ടുണ്ടാവും. എന്തൊക്കെയായാലും അവളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ വീട്ടിൽ നന്നായിട്ട് കഴിയേണ്ടോളല്ലേ നീ? നിന്നെ പറഞ്ഞയച്ചിട്ട് ഇനിയിപ്പോൾ അവൾക്ക് സമാധാനം ഉണ്ടാവുമോ? ഇത് കേൾക്കുന്ന അലീന, അങ്ങനൊന്നും പറയരുതേ മുത്തശ്ശി, ഞാനിതിപ്പോൾ ആദ്യമായിട്ടല്ലേ ഒരു വീട്ടിൽ വന്ന് ജോലിക്കുന്നത്. അവിടെ വന്ന് നിന്നപ്പോൾ തന്നെ എനിക്കൊരു കുടുംബത്തെ കിട്ടിയില്ലേ? ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടതും നല്ല ഭക്ഷണം കഴിച്ചതും ഒരു വീട്ടിലെ ഡൈനിങ് ടേബിളിൽ എനിക്ക് സ്ഥാനം കിട്ടിയതുമൊക്കെ ആ വീട്ടിൽ വന്നിട്ടാ. ആ വീട്ടിലെ എല്ലാവരുടെയും തന്നെ സ്നേഹവും ബഹുമാനവും കിട്ടി. മാഡം മാത്രമേ എന്നോട് വെറുപ്പ് കാണിച്ചുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയല്ലേ എന്നാണ് മുത്തശ്ശിയോട് ചോദിക്കുന്നത്. അതേന്ന് കരഞ്ഞുകൊണ്ട് മുത്തശ്ശി സമ്മതിക്കുന്നു. ആദ്യമൊക്കെ മുത്തശ്ശിക്ക് എന്നോട് സ്നേഹമല്ലായിരുന്നു, പിന്നെ തീരെ ഗതിയില്ലാതെ വന്നപ്പോഴല്ലേ ദേഷ്യമായത്. എന്തൊക്കെയായാലും ഇപ്പം എന്നോട് സ്നേഹമല്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി അതേന്ന് പറയുന്നു. പെട്ടെന്നുണ്ടായ മുത്തശ്ശിയുടെ പ്രതികരണം കണ്ട അലീന, അല്ലെങ്കിലും മുത്തശ്ശിയും ഞാനും തമ്മിൽ നല്ല സ്നേഹത്തിലല്ലായിരുന്നോ? പിന്നെ മുത്തശ്ശി എന്തിനാ വിഷമിക്കുന്നത്? അല്പനേരം കൂടി മുത്തശ്ശിയോട് സംസാരിച്ച ശേഷം അലീന അവിടെ നിന്ന് പോകുന്നു. മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് സംസാരിച്ചിറങ്ങുന്ന അലീനയ്ക്കകത്ത് ഡ്രോയിങ് റൂമിൽ മനുശങ്കറും ഗംഗാധരനും ശിവശങ്കരനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. വൈജയോട് സംസാരിച്ചു എന്നാണ് ഗംഗാധരൻ ചോദിക്കുന്നത്. അധിക നേരം സംസാരിച്ചു, അത് വേണ്ടിയിരുന്നില്ല എന്നാണ് അലീന പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നീ വൈജയോടെ തുറന്നു പറഞ്ഞു എന്ന് ഗംഗാധരൻ പേടിയോട് കൂടി ചോദിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വേറെ പ്രശ്നത്തിനൊന്നും പോകരുത്, അവരെല്ലാവരും ഒത്ത് സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കണം. അതിരിക്കട്ടെ, അലീന എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ് ഗംഗാധരൻ ചോദിക്കുന്നത്. കുളുത്തുപുഴയിൽ ഒരു പ്ലാന്ററിലെ വീട്ടിലേക്കാണെന്നാണ് അലീന മറുപടി പറയുന്നത്. അയാളുടെ പേരെന്താണെന്നാണ് ഗംഗാധരൻ ഇപ്പോൾ ചോദിക്കുന്നത്. മറുപടി അലീന, ഞാൻ അതിനെപ്പറ്റി കൂട്ടിലൊന്നും തിരക്കിയില്ല. എന്തൊക്കെയായാലും അച്ഛൻ എന്നെ നല്ലൊരിടത്തേക്ക് മാത്രമേ പറഞ്ഞയക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. ഇതെല്ലാം കേട്ട ശേഷം ഗംഗാധരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അറിയാത്തൊരിടത്തേക്ക് പോകാനായിട്ട് നിനക്ക് മടിയൊന്നും ഇല്ലല്ലോ അല്ലേ? മറുപടി അലീന, എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതല്ലല്ലോ, എല്ലാം നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പോകുന്നതല്ലേ? എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അലീന യാത്ര പറയുന്നു. ശിവശങ്കർ ആകട്ടെ മനുവിനോട് അലീനയെ കൊണ്ടുവിട്ടിട്ട് വരാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അലീന വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ തന്നെ അലീന ഗംഗാധരനോടും ശിവശങ്കറിനോടുമായി മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണമെന്ന്. ഇത് കേൾക്കുന്ന ഗംഗാധരനാകട്ടെ, അങ്ങനൊന്നും നീ വിചാരിക്കേണ്ട, നിനക്ക് എപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ അവൈലബിൾ ആയിരിക്കും. മോള് പോയി സന്തോഷമായിട്ട് തിരിച്ചു വരാനായിട്ടാണ് ശിവശങ്കരനും പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് വിഷമടക്കി പിടിച്ചു നിൽക്കുന്ന മനുശങ്കറാകട്ടെ, മതി, ഇനി കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, ഇറങ്ങാവെന്ന് പറഞ്ഞ് അലീനെ അവിടെ നിന്ന് പോകാനായിട്ട് നിർബന്ധിക്കുന്നു. മോളെന്നാ പൊയ്ക്കോന്ന് പറഞ്ഞ് ഗംഗാധരൻ മനുശങ്കറിന്റെ കാറിൽ അലീനെ യാത്രയാക്കുന്നു. വഴിക്ക് മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, ആന്റി എന്തോ പറഞ്ഞു? മാഡം എന്തായിരിക്കും പറഞ്ഞു കാണുകയെന്നാണ് മനുവിനോട് അലീന തിരിച്ചു ചോദിക്കുന്നത്. ഇതിനു മുമ്പ് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളെല്ലാം കുറച്ചും കൂടെ കടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവും. നീ ഒരു കാലത്തും നന്നാവില്ലെന്നും കൂടി പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെയായാലും ഈ ഒരു വരവിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാ മനു അലീനയോട് പറയുന്നത്. ഇവിടെ അലീന മനുവിനോട് എന്നോട് സ്നേഹം കാണിക്കുമെന്നോ നന്നായിട്ട് പെരുമാറുമെന്നോ എന്നൊന്നും ആലോചിച്ചല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ ഒരിക്കൽ കൂടി ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ? ദേഷ്യപ്പെട്ടോട്ടെ, വഴക്കം പറഞ്ഞോട്ടെ, എന്തൊക്കെയായാലും ഈ ഭൂമിയിലേക്ക് എനിക്ക് ജന്മം തന്നയാളല്ലേ? പോകുന്നതിന് മുമ്പ് ആ മുഖം ഒന്നുകൂടി കാണണമെന്ന് എനിക്ക് തോന്നി. എന്തൊക്കെയായാലും ഇപ്പോൾ പോവേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് മനു തിരിച്ചു ചോദിക്കുന്നത്. ഇല്ല, എന്നെ പറഞ്ഞതിനും എന്നെ ശപിച്ചതിനുമെല്ലാം മറുപടി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന മനു, നീ എന്ത് പറഞ്ഞു? എന്തെങ്കിലും സൂചന കൊടുത്തോ? അതേന്നാണ് അലീന പറയുന്നത്. 22 വർഷത്തോളം കൂടെ ജീവിച്ച ആളുടെ ഒപ്പം എങ്ങനെ ജീവിക്കണമെന്ന് നീ ഇനി ഉപദേശിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് മറ്റൊന്ന് ചോദിച്ചു. 22 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ വെച്ച് വേറെ ആളുടെ ഒപ്പം ജീവിച്ചില്ലേ? അതിനെപ്പറ്റി മറക്കണ്ടെന്ന്. ഇത് കേൾക്കുന്ന മനു അത് ഷോക്കാവുന്നു. എന്തായാലും ഇച്ചിരി കൂടിയില്ലേ, അത്രയും വേണമായിരുന്നോ എന്നാ മനു ചോദിക്കുന്നത്. മറുപടി അലീന, അതെന്തൊക്കെയായാലും വേണം, അച്ഛനിപ്പോൾ എല്ലാം അടക്കി പിടിച്ച് നടക്കുകയാണ്. പക്ഷേ ഒരു വഴക്കിന് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. നീ ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് തന്നെ പിന്നീട് എപ്പോഴേലും നിന്നെ ഫോൺ ചെയ്ത് എന്താ അങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന് നിന്നോട് ചോദിച്ചാൽ എന്ത് പറയുമെന്നാ മനു ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളുമായി വന്നാൽ ഞാൻ ഉള്ളതങ്ങ് പറയും. മകരയിൽ വെച്ച് ഒരു പട്ടാളക്കാരനുമൊത്ത് ജീവിച്ചത്,
അതിൽ ഒരു മകളുണ്ടായത് ആ മകളിപ്പോൾ എവിടെയാണെന്നറിയാമെന്നും. ഇത് കേൾക്കുന്ന മനു, എങ്കിൽ പിന്നെ അത് അവിടെ വെച്ച് തന്നെ അങ്ങ് പറയാറുന്നില്ലേ? അങ്ങനെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോയില്ലെങ്കിലോ എന്നാണ് അലീന ചോദിക്കുന്നത്. അതും ശരിയാണെന്ന് മനു സമ്മതിക്കുന്നുണ്ട്. അലീന തുടരുകയാണ്. വേറൊന്നും വേണ്ടായിരുന്നില്ല മനുവേട്ടാ, ഒന്ന് അടങ്ങി ജീവിച്ചാൽ മതിയായിരുന്നു. അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാനും മറ്റൊന്നിനും ചെല്ലാതിരുന്നാൽ മതി. എല്ലാം കേട്ട ശേഷം മനു മറ്റൊന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെപ്പറ്റി ആശങ്കയൊന്നും ഇല്ലേ എന്നാണ് മറുപടി അലീന. അച്ഛൻ എന്തായാലും എന്നെ നല്ലൊരിടത്തേക്ക് തന്നെയായിരിക്കും കൊണ്ടുവിട്ടിട്ട് പോകുന്നത്. അതുകൂടാതെ ഞാൻ ആരോടും ബന്ധം മുറിച്ചിട്ടൊന്നും അല്ലല്ലോ ഇവിടെ നിന്ന് പോകുന്നത്. എല്ലാവരുടെയും എന്നോണം മനുവേട്ടനെ കയറുന്നു. എനിക്ക് തുടർന്നങ്ങോട്ട് ആവശ്യമുണ്ടെന്ന് അലീന പറയുന്നുണ്ട്. എത്ര കാലത്തേക്ക് വേണമെന്നാണ് മനു ചോദിക്കുന്നത്. മറുപടിയായ അലീന, അതെൻ്റെ മരണം വരെ വേണം. ചിലപ്പോൾ അത് കഴിഞ്ഞൊരു ജീവിതമുണ്ടെങ്കിൽ അതിലും. മനു പെട്ടെന്ന് കാറ് സൈഡിലേക്ക് നിർത്തിയിട്ട് അലീനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ജീവിതകാലം മുഴുവൻ സംരക്ഷ കൊള്ളാമെന്ന്. അതിനുശേഷം മനു അലീനയോട് പറയുന്നു, നീ ഇനിയിപ്പോൾ പോകാൻ പോകുന്ന വീട്ടിൽ നീ വളരെ സുരക്ഷിതയായിരിക്കും. ഇത് കേട്ടപാട് അലീന, അതെങ്ങനെ മനുവേട്ടനറിയാം? നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടെന്താ എന്നോട് പറയുന്നതെന്നാണ് അലീന തിരിച്ചു ചോദിക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നീ അച്ഛനിൽ നിന്ന് അറിഞ്ഞാൽ മതിയെന്നാണ് മനു പറയുന്നത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.